നാടിന്റെ ശുദ്ധജല സ്രോതസ്സിനെ മലിനമാക്കുന്നുവെന്നാരോപിച്ച് കരിയാട് തണൽ അഭയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. പുതുശ്ശേരി മുക്കിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി രംഗത്തിറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. 2020 കരിയാട് തണൽ അഭയ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച മാസങ്ങൾ കഴിഞ്ഞതോടെ ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന മലിനജലം പ്രദേശത്തെ കിണറുകളിലേക്കും എത്തി. ഇതോടെ കിണറുകളിൽ വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായി. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവരേണ്ട സ്ഥിതിയിലാണ് പ്രദേശവാസികൾ. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. കരിയാട് പത്മ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പുതുശ്ശേരി മുക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും കേരള നദീതട സംരക്ഷണ സമിതി വൈസ് പ്രസിഡന്റുമായ CK രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഓരോ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ഈ വെയിലത്ത് സമരത്തിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും എല്ലാം തന്നെ എവിടെയും കാണാൻ കഴിയില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എവിടെയും ആളുണ്ടാവില്ല. പരിസ്ഥിതിനെ കുറിച്ചിട്ട് ആർക്കും അറിയണ്ട. നമ്മളുടെ സൗകര്യങ്ങൾ മാത്രം മതി, നമ്മൾക്ക് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ജനങ്ങളുടെ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ നമ്മൾ ഇരകളായി മാറിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്നിരിക്കുന്നത്. ഓരോ ആളുകളും നമ്മളിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാവുള്ളൂ. അറിയാത്ത ആളുകൾക്ക് ഒന്നും അറിയണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പരമസുഖമായിട്ട് ജീവിക്കുന്നവരാണ്, അവർക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. MT അരവിന്ദൻ, CK രവിശങ്കരൻ, അജിത് കുമാർ, സുരേഷ് ബാബു പട്ടിയേരി, പ്രേമൻ MK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.